ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ 2ാം നാളാണ്. ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും തിരതള്ളുന്ന അന്തരീക്ഷം. വിശ്വത്തിൻ്റെ നാഥനായ ഗുരുവായൂരപ്പൻ തൻ്റെ മക്കൾക്കായി ഒരു കൊച്ചു കുഞ്ഞായി മാറി കളിയാടുന്ന സുദിനാണ്. ശ്രീലകവാതിൽ തുറക്കുമ്പോൾ മുന്നിൽ തെളിയുന്നത് ഭക്തരുടെ ദുഃഖങ്ങൾ മാറ്റാൻ മന്ദഹസിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ഉത്സവലഹരിയിൽ ആറാടി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജാലങ്കാരം ഏതൊരു മനസ്സിനെയും ഭക്തിയുടെ പരകോടിയിൽ അങ്ങടെത്തിക്കും. ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ തുള്ളി ചാടി കളിക്കുന്ന ഒരു മിടുക്കൻ പൊന്നുണ്ണിക്കുട്ടനാണ്. നിലത്തങ്ങനെ കുതിച്ച് ചാടാൻ നിൽക്കുന്നത് പോലെ മുട്ടുകാലുകൾ അല്പം അങ്ങനെ മടക്കി നിൽക്കുന്ന ഭാവമാണ്. ഇന്ന് ഭക്തന്റെ വിളി കേട്ടാൽ ഉടൻ ഇങ്ങനെ ഓടിയെത്തുന്ന ഭഗവാന്റെ കാരുണ്യാണ് കാണിക്കുന്നത്. മഞ്ഞപ്പട്ടു കോണ കൊടുത്ത് അരയിലെ കിലിങ്ങണ കിങ്ങിനിയും കുമ്പേലിങ്ങനെ പറ്റിക്കിടക്കണ പൊന്നൂലും ചാർത്തി ഭഗവാൻ ശോഭിച്ച് നിൽക്കുകയാണ്. കഴുത്തില് മുല്ലമൊട്ടുമാലയുണ്ട്, മനോഹരായ പതക്കുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, പൊൻതളകളുണ്ട്. വലത് കയ്യിൽ പ്രപഞ്ചനാഥം മുതിർക്കുന്ന ഓടക്കുഴലാണ്. ഇടത് കയ്യിലാട്ടെ 3 നിറത്തില് ബലൂണുകൾ പിടിച്ചിരിക്കുകയാണ്. ഈ ബലൂണുകൾ ഭൗതിക ലോകത്തെ സന്തോഷങ്ങളെയും അത് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കണ്ണൻ പ്രപഞ്ചത്തിൻ്റെ നിയന്താവാണെന്ന വലിയ സത്യത്തെയുമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭഗവാനെ കളഭം കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. കളഭത്തിൻ്റെ സുഗന്ധം ഭക്തൻ്റെ ഉള്ളിലെ കാമക്രോധങ്ങളാകുന്ന എല്ലാ മാലിന്യങ്ങളെയും നീക്കി മനസ്സിനെ ശുദ്ധാക്കുകയാണ്. ചെവിപ്പൂക്കൾ ചൂടി നെറ്റിയിലെ ഗോപിക്കുറി തൊട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ മുഖം ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയാണ്. ആനന്ദോ ബ്രഹ്മേതി വ്യാജനാഥ, ബ്രഹ്മം ആനന്ദസ്വരൂപനാണെന്ന വേദവാക്യം ഉണ്ടല്ലോ, ആ ചിരിയിലത് അന്വർത്ഥാക്കുന്നുണ്ട്. ആ ചിരി കാണുമ്പോൾ ഭക്തൻ്റെ സങ്കടങ്ങളൊക്കെ പനിനീർ തുള്ളികൾ പോലെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് അങ്ങോട്ട് ഇല്ലാണ്ടിയാവും. തുളസിയും താമരയും തെച്ചിപ്പൂക്കളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വനമാലകളും ഉണ്ടമാലകളും ഒക്കെ ഭഗവാന് ചാർത്തിയുണ്ട്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള അഭേദ്യമായുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ പുഷ്പാലങ്കാരങ്ങൾ. ഉത്സവത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം ഇങ്ങനെ കൂട്ടുചേരാൻ വേണ്ടി ബലൂണായി ഓടി വരുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യമാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മളും ആ ഉത്സവത്തിൻ്റെ ഭാഗമാവാണ്. കണ്ണൻ്റെ പൊട്ടിച്ചിരികളും തുള്ളിക്കളികളും കണ്ട് നമുക്കിങ്ങനെ ആനന്ദിക്കാം. നാരായണ നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ട് ആ ആനന്ദരൂപനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിക്കാം. ലോകം മുഴുവൻ ആനന്ദമയമാക്കാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.